ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളന്നൂർ പ്രദേശത്താണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗത്ത് വയൽ പ്രദേശമാണ്. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാണ് ഈ പ്രദേശം നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് കാണാം വളരെ വിസ്താരമായ ഒരു പ്രദേശമാണ്, കൃഷിയൊക്കെയുള്ള സ്ഥലമാണ്. ഈ ഭാഗം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ഇപ്പോൾ നിൽക്കുന്നത് തന്നെ റോഡിലാണ്. ഏതാണ്ട് രണ്ടര അടിയോളം വെള്ളമാണ് ഈ റോഡിൽ തന്നെ ഉള്ളത്. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്ന ഈ പ്രദേശത്ത് വാഴകൃഷി നല്ല രീതിയിൽ വാഴകൃഷി ഉള്ള പ്രദേശമായിരുന്നു. വാഴ കുലകൾ കുറേ വെട്ടിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് വാഴകളൊക്കെ ഉണ്ടായിരുന്നു. ആ വാഴകളെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലാണ്. ഈ ഭാഗത്ത് പതിവായി വെള്ളം കയറാറുണ്ട്. എന്നാലും ഇത്ര വലിയ വെള്ളക്കയറ്റം ആദ്യമാണെന്നാണ് ആളുകൾ അടക്കം പറയുന്നത്. ചേട്ടാ, ഈ ഭാഗത്തുള്ള ആളാണോ? ഈ ഭാഗത്തുള്ള ആളാണോ? ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ടോ, പാലത്തിന്റെ അടുത്തേക്ക്. വെള്ളം കാണാൻ വേണ്ടി വന്നാണോ? അല്ലല്ല, മീൻ പിടിക്കാൻ പോവാ. അപ്പോൾ ആളുകൾ ഇപ്പോൾ വെള്ളം കയറിയപ്പോൾ മീൻ കയറും എന്ന് പറഞ്ഞുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നുള്ള അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ പല ഭാഗത്തെ ആളുകൾ വന്ന് ഈ റോഡിൽ നിന്ന് കളിക്കുന്നതടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കുട്ടികളടക്കം പല ഭാഗത്തു നിന്ന് വന്ന ആളുകളുണ്ട്. വാഹനം ഇങ്ങോട്ടേക്ക് പോവില്ല. അതോടുകൂടി വാഹനം അപ്പുറത്തെ ഭാഗത്ത് നിർത്തിയിട്ട് ഈ ഭാഗത്തേക്ക് നീന്തി കളിക്കാനും മറ്റും ഇവിടേക്ക് നല്ലോണം ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വാഴക്കാട് വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതെ, ഈ ഭാഗം അല്ലാത്ത സമയത്തൊക്കെ നല്ലോണം ആളുകൾ വരലുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണോ? നമ്മൾ അല്ലാതെ വരലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മഴ വെള്ളമൊക്കെ കയറിയല്ലോ, അപ്പോൾ അതുംപാടി കാണാമെന്ന് വിചാരിച്ച് കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. ഫാമിലി ആയിട്ട് വന്നതാണ്. കുളിക്കുകയൊക്കെ ചെയ്തോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ മഴ? വെള്ളം കയറി? വെള്ളത്തിലൊക്കെ കളിച്ചോന്ന്? ഇവിടെ എങ്ങനെയുണ്ട് മഴ? നല്ല രസമുണ്ട്. നീന്തറിയോ? ചെറുതായിട്ട് അറിയുള്ളൂ. അപ്പൊ നീന്തറിയാതെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി അപകടം പറ്റൂലേ? നീന്ത പഠിക്കണം കേട്ടോ. വെള്ളന്നൂരിലെ സംഗീതത്തിലേക്ക് എല്ലാ കാലവും നിരവധി ആളുകൾ എത്താറുണ്ട്. ഇപ്പോൾ മഴ പെയ്ത് വലിയ തോതിൽ വെള്ളം ഉയർന്ന സമയത്തും ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൽ കളിക്കാനും അതുപോലെ തന്നെ ഇവിടെ നീന്തം പഠിക്കാനടക്കമുള്ള ആളുകളാണ് ഈ ശക്തമായ മഴയിലും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ചെറിയ കുട്ടികൾ അടക്കമുള്ള ആളുകളെ കൂട്ടിയാണ് കുടുംബങ്ങളടക്കം ഇങ്ങോട്ടേക്ക് വരുന്നത്. അപകട ഭീഷണി അടക്കം അത് നിലനിൽക്കുന്നുണ്ട്. ചില ആളുകളെ കുടുംബങ്ങളടക്കമുള്ള ആളുകളെ നാട്ടുകാർ ചിലരെ പറഞ്ഞയക്കുന്നുമുണ്ട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം KT വിബീഷ്, മീഡിയ 1 കോഴിക്കോട്.